പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി ആരാണെന്ന് നമുക്ക് ഇന്നറിയാം. രാവിലെ 9:30 മന്ത്രിസഭാ യോഗം ഓൺലൈനായിട്ട് ചേരും. അതിലാവും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. UPSCയുടെ ചുരുക്കപ്പട്ടികയിലെ 2ാം സ്ഥാനക്കാരനായ റവാഡ ചന്ദ്രശേഖറിനാണ് നിലവിൽ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത്. അതിനിടയിൽ പട്ടിക തള്ളിക്കൊണ്ട് താൽക്കാലിക DGP നിയമനം നടത്താനുള്ള ഒരു ആലോചന സർക്കാർ നടത്തിയിരുന്നു. ഇനി ആ ഒരു ആലോചനയിലേക്ക് തന്നെയാണ് അന്തിമമായി എത്തുന്നത് എങ്കിൽ ഒരു പക്ഷേ മനോജ് എബ്രഹാമിന് നറുക്ക് വീണേക്കും. നിലവിലെ മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വൈകിട്ട് വിരമിക്കുകയാണ്. VS അനുവിനോട് ചോദിക്കാം, എങ്ങനെയാണ് നിലവിലെ ചർച്ചകൾ പോകുന്നത്? ആർക്കാണ് കൂടുതൽ സാധ്യത? ആരാകും പുതിയ സംസ്ഥാന മേധാവി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. VS അനു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ 3 പേരുടെ ചുരുക്കപ്പട്ടിക വന്നു. പക്ഷേ ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരനാവട്ടെ, നിതിൻ അഗർവാളിനാകട്ടെ, യോഗേഷ് ഗുപ്തയ്ക്കാവട്ടെ, 3 പേർക്കും സർക്കാരിന് വലിയ താല്പര്യമുള്ളവരല്ല ഈ 3 പേരും. അങ്ങനെയാണ് ഒരു ഇൻചാർജ് DGP എന്ന ചിന്തയിലേക്കൊക്കെ പോയത്. അപ്പോൾ ആർക്കാണ് അന്തിമമായി നറുക്ക് വീഴുക എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക? റവാഡ ചന്ദ്രശേഖരൻ തന്നെയാണോ? ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു ഇൻചാർജ് DGP അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അങ്ങനെ മനോജ് എബ്രഹാം വരാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് VS അനു? സേതു, സംസ്ഥാനത്തൊരു പോലീസ് മേധാവി ഇൻചാർജ് എന്ന സാധ്യതയിലേക്ക് പോകാനുള്ള ഒരു നീക്കം ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ആലോചിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായിരുന്നാലും ഇന്ന് 9:30 ഓൺലൈനായിട്ടാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുക. അവിടെ വെച്ച് മുഖ്യമന്ത്രി അദ്ദേഹം അടുത്ത സംസ്ഥാന പോലീസ് മേധാവി ആരാണെന്ന് ക്യാബിനറ്റിനെ അറിയിക്കും. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് റവാഡ ചന്ദ്രശേഖരൻ എന്ന IBയുടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ സ്പെഷ്യൽ ഡയറക്ടറായിട്ടുള്ള ആന്ധ്ര സ്വദേശി അദ്ദേഹത്തിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കാരണം വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ് റവാഡ ചന്ദ്രശേഖരൻ. 1991 ബാച്ചായ IPS ഉദ്യോഗസ്ഥരാണ്. തലശ്ശേരിയിൽ ASP ആയിട്ടാണ് തുടക്കം. പക്ഷേ ഈ തുടങ്ങി കൃത്യം 3-ാം മാസമാകുമ്പോൾ അവിടെ കൂത്തുപറമ്പ് വെടിവയ്പ് ഉണ്ടാകുന്നു. DYFI പ്രവർത്തകർ മരിക്കാനിടയായ സംഭവം അതിലെ പ്രതിയാകുന്നു. 2012 അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുന്നത്. അങ്ങനെ ഈ കൂത്തുപറമ്പ് വെടിവയ്പ് കേസിലെ പ്രതിയായ ഒരാളെ ഒരു ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ സംസ്ഥാന പോലീസ് മേധാവിയാക്കി കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് മന്ത്രിസഭാംഗങ്ങൾക്കിടയിൽ ഉണ്ടായാൽ മാത്രം മറ്റൊരു പേരിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും നിതിൻ അഗർവാൾ എന്ന ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സീനിയറായ 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ തുടക്കം തലശ്ശേരി ASP ആയിട്ടായിരുന്നു. തുടർന്ന് വിവിധ തസ്തികകളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം കേന്ദ്ര സേനകളിലാണ്. ഇപ്പോൾ CRPF, CASF, SSF എന്നുൾപ്പെടെയുള്ള ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളുടെ തലപ്പത്തിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ റോഡ് സുരക്ഷാ കമ്മീഷണറാണ്. എങ്കിൽ നിതിൻ അഗർവാൾ എന്ന മഹാരാഷ്ട്ര സ്വദേശിയുടെ പേരിലേക്ക് നറുക്ക് വീഴും. യോഗേഷ് ഗുപ്ത എന്ന വളരെ ബ്രൈറ്റായ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ സർക്കാരുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ചില പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓഫീസുമായി ഉണ്ടായ ചില വിയോജിപ്പുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗേഷ് ഗുപ്ത വരാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിന് 2030 വരെ 28 വരെ സർവീസുള്ള യോഗേഷ് ഗുപ്തയെ വരാൻ സാധ്യത. ഏതായിരുന്നാലും റവാഡ ചന്ദ്രശേഖരൻ എന്ന പേരിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ അനു, വ്യക്തമാണ്. അപ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും ആരാണ് ഇനി പുതിയ സംസ്ഥാന പോലീസ് മേധാവി. അതിനൊപ്പം തന്നെ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് പോലീസ് സേന നൽകുന്ന വിടവാങ്ങൽ പരേഡ് അതും അല്പസമയത്തിനകം തന്നെ നടക്കും പേരൂർക്കട ക്യാമ്പിൽ. അപ്പോൾ അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ആ ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ആരെന്നുള്ളൊരു കാര്യത്തിലെ ഒരു അന്തിമ തീരുമാനം, ഏകദേശ സൂചനകളൊക്കെയാണ് VS അനു ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.